ഗോവയിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു എന്ന റിപ്പോർട്ട് വരുന്നു. ഗോവയുടെ നിഷ ക്ലബ്ബിൽ അഥവാ നൈറ്റ് ക്ലബ്ബിൽ ഒരു വമ്പൻ സ്ഫോടനം നടന്നു എന്നുള്ള വാർത്തകളാണ് ആദ്യം പുറത്തു വന്നത്. പിന്നീട് അത് തീപിടുത്തമായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടു. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഗോവയിലെ അർപ്പോറ പ്രദേശത്തുള്ള ബിർച്ച് ബൈ റോമിയോ ലൈൻ എന്ന റെസ്റ്റോറൻറ്റിൽ രാത്രി വൈകിയുണ്ടായ ഒരു സ്ഫോടനത്തിൽ വൻ ദുരന്തമുണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ തീ പടർന്നതിനാൽ ആളുകൾക്ക് പുറത്തിറങ്ങാൻ സമയമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ 25 പേർ വെന്തു മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നു. ഈ ഭയാനകരമായിട്ടുള്ള തീപിടുത്തത്തിൽ പ്രദേശമാകെ നടുങ്ങി. ഈ വേദനാജനകമായിട്ടുള്ള ദുരന്തത്തിൽ 25 പേർ മരിച്ചു. അതിൽ 20 പേർ ശ്വാസം മുട്ടൽ മൂലവും 3 പേർ ജീവനോടെ കത്തിക്കരിഞ്ഞും മരിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുക്കളയിൽ നിന്ന് തുടങ്ങി ബേസ്മെന്റിൽ കുടുങ്ങിയ ജീവനക്കാർ വരെ മരിച്ചു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ക്ലബ്ബിലെ അടുക്കള ഭാഗത്ത് ഒരു LPG സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് ആ ദാരുണമായ സംഭവം നടന്നത് എന്നാണ് പ്രാഥമികമായി വിലയിരുത്തപ്പെടുന്നത്. നിമിഷങ്ങൾക്കുള്ളിൽ തീ അടുക്കള മുഴുവൻ വിഴുങ്ങുകയും പുക പെട്ടെന്ന് ബേസ്മെന്റിലേക്ക് പടരുകയും ചെയ്തു. സംഭവ സമയത്ത് ക്ലബിന്റെ ബേസ്മെന്റ് ജീവനക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്നു. ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് പുറത്തേക്ക് ഓടുന്നതിന് പകരം ആളുകൾ ബേസ്മെന്റിലേക്ക് ഓടി. അവിടെ ഇതിനകം പുക പടരുകയായിരുന്നു. ബേസ്മെന്റിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ഒരു ഗ്യാസ് ചേംബറിൽ എന്ന വണ്ണം അവർ ശ്വാസം മുട്ടി മരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ദാരുണമായിട്ടുള്ള സംഭവത്തെ കണ്ട ദൃക്സാക്ഷികൾ സൂചിപ്പിക്കുന്നത്. മരിച്ചവരിൽ 20 പേരാണ് ശ്വാസം മുട്ടി മരിച്ചത്. 3 പേരുടെ മൃതദേഹങ്ങൾ ഗുരുതരമായി പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തി. മരിച്ചവരിൽ ഭൂരിഭാഗവും 3 സ്ത്രീകളും ഉൾപ്പെടെ ക്ലബിലെ അടുക്കള ജീവനക്കാരായിരുന്നു. മരിച്ചവരിൽ 3-4 വിനോദസഞ്ചാരികളും ഉൾപ്പെടുന്നു. മരിച്ചവരിൽ ഏറ്റവും കൂടുതൽ പേർ 14 ജീവനക്കാരാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് സംഭവത്തെ സംസ്ഥാനത്തിന് വളരെ വേദനാജനകമായിട്ടുള്ള ദിവസമാണെന്ന് വിശേഷിപ്പിക്കുകയും മുഴുവൻ വിഷയത്തിലും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. ഗോവ പോലുള്ള ഒരു വിനോദസഞ്ചാര സംസ്ഥാനത്തിന് ഈ സംഭവം അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നിയമവിരുദ്ധമായി ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ കാരണമാണ് ഈ തീപിടുത്തം ഉണ്ടായത്. സർക്കാർ മുഴുവൻ വിഷയവും അന്വേഷിക്കും. തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം അന്വേഷണത്തിൽ വെളിപ്പെടുത്തും. നിയമപ്രകാരം കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.